സോ നമ്മൾ ഇനി അടുത്ത് ലാന്തനൈഡ്സ് ആക്ടിനൈഡ്സ് ഏകദേശം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ലാന്തനൈഡ് എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലാന്തനൈഡ് എലമെൻറ്റുകൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പറഞ്ഞു, നെതർലാൻഡിലെ PM സമ്മതിച്ച് യൂറോപ്പിൽ നിന്ന് ഗോൾഡും തായ്വാനിൽ നിന്ന് ഡൈലി ഹോർലിക്സും ഇറക്കുമതി തീരുമാനമായിരുന്നു എബുലു. നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതിക്കും വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും എളുപ്പത്തിന് ചെയ്യേണ്ട ലന്താനത്തിന് 4f0 5D1, രണ്ടാമത്തെ സീറിയത്തിനും 5D1 4f1 4f0 4f1 എന്നുള്ള രീതിയിലോട്ട് പഠിച്ചു വെക്കുക. പിന്നെ 4f3 മുതൽ ഇങ്ങനെ തുടങ്ങുക. 4f3 4f4 4f5 4f6 4f7 4f8 ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾക്കറിയാം ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള F4 ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഗഡോലിമെത്തി 4f7 വന്നു, ആ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു 5Dയിലോട്ട് വന്നു. പിന്നെ നോർമലി 4f9 4f10 4f11 4f12 4f13 4f14 4f15 ആണ് ഇവിടെ വരേണ്ടത്. ഫുള്ളി ഫിൽഡാണ് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഹൈലി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ഫുള്ളി ഫിൽഡാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ F എന്താണ് 14 ആവും, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും അല്ലേ. പിന്നെ കോർ ആയിട്ടുള്ള എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ C0 ആണ് കോർ എലമെൻറ്റ്. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈസ് വെരി ഈസി, ഭയങ്കര എളുപ്പമാണ്. ബിക്കോസ് ഓഫ് ദി ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ 4f0 5D1 4f1 6s2 എല്ലാം ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്, കൺഫേംഡ് ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പിന്നെ 4f3 4f4 4f5 4f6 4f7 4f8 വരുന്ന പകരം 4f7 5D1 കൊടുക്കുക. 4f9 4f10 4f11 4f12 4f13 4f14 പകരം 4f15 കൊടുക്കാം. 4f15 പകരം 4f14 5D1. ഇനി ലാന്തനൈഡ് സീരീസ് നമ്മൾ പറഞ്ഞു, ലാന്തനൈഡ് എലമെൻറ്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പറയാനുള്ളത് ലാന്തനൈഡ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദി ലാന്തനൈഡ്സ്? ലാന്തനൈഡ്സിന് എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോമൺ ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലാന്തനൈഡ് കാണിക്കുന്നത് +3 ആണ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ലാന്തനൈഡ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് അയോണിക്കാണ്. ഇലക്ട്രോൺ വിട്ട് കൊടുക്കുന്ന ആൾ, ട്രാൻസ്ഫർ ഓഫ് ദി ഇലക്ട്രോൺ ആണല്ലോ അയോണിക് എന്ന് പറഞ്ഞാൽ എന്തായാലും കോവാലൻ്റ് ആവില്ല. കോവാലൻ്റ് ആണ്, ഷെയറിംഗ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ ലാന്തനൈഡ്സ് അയോണിക് ആണ്. അവർ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പിന്നെ +2 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും കാണിക്കുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കുറവാണ് അവർ കമ്പാരിറ്റീവ്ലി +3 വെച്ച് നോക്കുമ്പോൾ. അടുത്ത് അറിയേണ്ടത് നമ്മളെ സീറിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? C0, പിന്നെ 4f1 5D1 4f2 ആണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു ഇത് പഠിച്ചു വെക്കാം. 4f0 നമ്മൾ ട്രിക്ക് വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ സീറിയം 4+ ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും C0 എന്താണ് നോബിൾ ഗ്യാസിലെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുമല്ലോ. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൈലി സ്റ്റേബിൾ ആണല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, നോബിൾ ഗ്യാസ് അറ്റൈൻ ചെയ്യുക. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവരെന്താ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അവർ ഓൾറെഡി സ്റ്റേബിളാണ്. അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, അവർ ഓൾറെഡി നിലനിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സോ ദേ ആർ വെരി സ്റ്റേബിൾ റൈറ്റ്. ഇനി നമ്മൾ എടുക്കുമ്പോൾ യൂറോപ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ C0 4f8 9 ഐ തിങ്ക് 4f9 അല്ല 4f7 4s2 5D0 6s2 അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യത്തിൻ്റെ. 2 ഇലക്ട്രോൺ പോകുമ്പോൾ അവരെന്തായിട്ട് മാറി? 4f7 ആയിട്ട് മാറി. 4f7 പറഞ്ഞാൽ എന്താ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഷെല്ലായിട്ട് മാറി. നമുക്കറിയാം ഹാഫ് ഫീൽഡ് ആയിട്ട് മാറുമ്പോൾ അവർ കുറച്ചും കൂടി സ്റ്റേബിളാണ്. ഈ തെർബിയത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ തെർബിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 4f9 6s2 ആണ്. 4 ഇലക്ട്രോൺ പോകുമ്പോൾ തെർബിയം TB 4+ ആയിട്ട് മാറുമ്പോൾ തെർബിയം 4+ ആയിട്ട് മാറുമ്പോൾ അവരെന്തായിട്ട് മാറും? 4f7 ആയിട്ട് മാറും. ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണ്. ഇത് ഓർത്ത് വെക്കേണ്ട. എൻട്രൻസ് എക്സാമിനൊക്കെ പലപ്പോഴും ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനിനി ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഞാനൊരു കോച്ചിങ് ചേർന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എക്സാമൊക്കെ അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഞാൻ ശ്രമിക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്ത് എൻ്റെ മാർക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരം. ഞാൻ ഈ ബുക്ക് മാത്രം പഠിച്ചിട്ടായിരിക്കും ആ എക്സാം എഴുതുന്നത്. നമുക്ക് നോക്കാം. ഇനി ഫെർദറായിട്ട് റെഫറൻസ് നമുക്ക് വേണോ? ഞാൻ HST PSCക്ക് അറ്റംപ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അടുത്ത HST നേടിയെടുക്കണം എന്നാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, ഈസിലി എൻ്റെ കൂടെ ക്രാക്ക് ചെയ്യും. ഞാൻ 1 മണിക്കൂർ ഒരു ദിവസം ചിലവാക്കുന്നുള്ളൂ. കാരണം വിളിച്ചിട്ടില്ല, PSC വിളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒറ്റ മണിക്കൂർ മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുക. സീറിയം 4+ ആയിട്ട് മാറുമ്പോൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്. എന്തുകൊണ്ടാണ് സീറിയം 4+ ആയിട്ട് മാറുന്നത്? അപ്പോൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ഇത് പലപ്പോഴും ആയിട്ട് ചോദിക്കാറുണ്ട്. ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള യൂറോപ്യൻ 2+, പിന്നെ അതുപോലെ തെർബിയം 4+, കംപ്ലീറ്റ്ലി ഫീൽഡ് എബിലു 2+,
എബിളി 2+ അല്ല കേട്ടോ, എബിളല്ല യൂട്ടർബിയം 2+. എബിളി പഠിച്ച് അതാണ് വരുന്നത്. അപ്പോൾ യൂട്ടർബിയത്തിനൊക്കെ 4f14 6s2 ആണ്. അപ്പോൾ യൂട്ടർബിയം 2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 4f14 ആയിട്ട് മാറും. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. Ln2+, Ln4+ ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കുറവാണ്. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള F ഓർബിറ്റിൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ, അത് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പറഞ്ഞു +2 +3 ഓക്സിഡേഷൻ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കാണിക്കുന്നതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ചില എലമെൻസിൻ്റെ കേസിലൊക്കെ +2 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സെമേറിയൻ 2+ഉം പിന്നെ അതുപോലെ തന്നെ തൂലിയം 2+ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4f6 4f13 ആണ്, അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൊമിത്തിയം 4+, നിയോഡിപ്നിയം 4+ എന്താ 4f1 4f2 അറേഞ്ച്മെൻ്റ് ആണ്. അങ്ങനത്തെ രീതിയിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം സ്റ്റേബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് Ln4 Ln2 അതിൽ ലാന്തനൈഡ്സ് 2+, 4+ ഉണ്ട്. പക്ഷേ 3+ന് അത്ര സ്റ്റേബിൾ അല്ല. കാരണം സ്റ്റേബിൾ അല്ല നമുക്ക് കണ്ടറിയാം 4f6 4f13 ആണ് സെമറിയൻ 2+, തെർമിയൻ 2+ഉം വരുന്നത്. ഓക്കെ, ഇതൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാണെന്നുണ്ടെങ്കിൽ അവരത് ചോദിക്കണമെങ്കിൽ ജസ്റ്റ് ചെയ്യാം. പക്ഷേ പഠിച്ചു വെക്കേണ്ട സീറിയത്തിൻ്റെ ഒക്കെ ഒന്ന് കേസ് പഠിച്ചു വെക്കുക. കാരണം PSC എക്സാമിന് നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറേ സമയം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടൈം പോവുള്ളൂ. അപ്പോൾ +3 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോമൺ ആണ്, അത് കുറച്ചുകൂടി സ്റ്റേബിൾ ആണ് അല്ലേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോമൺ ആണ്, അവ എന്താണ് കുറച്ചുകൂടി സ്റ്റേബിളാണ്. പിന്നെ +4 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിച്ച് ഹാവ് ദ എനി അക്വസ് കെമിസ്ട്രി, അതായത് സെമേറിയൻ 2+ഉം എബിളി 2+, യൂട്ടർബിയം 2+, സീറിയം 4+ഉം അക്വസ് സ്റ്റേറ്റിൽ +3 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് അവർ കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സീറിയം 4+, സെമേറിയൻ 2+ഉം യൂട്ടർബിയം 2+, അക്വസ് സ്റ്റേറ്റിൽ അവർ കുറച്ചുകൂടി കെമിസ്ട്രി കാണുന്നത്, അതായത് അവർ കുറച്ചുകൂടി സ്റ്റേബിൾ ആണെന്ന് അർത്ഥം. അക്വസ് സ്റ്റേറ്റിൽ സെമറിയൻ 2+, യൂട്ടർബിയം 2+, സീറിയം 4+ സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ് എലമെൻറ്റ്സ് എപ്പോഴും നമ്മൾ ട്രാൻസിസ്റ്റൻസ് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ റോയുമായിട്ട് അവർ കുറച്ചും കൂടി ക്ലോസ്ലി റിസംബിൾ ആണ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാന്തനൈഡ്സിൻ്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവർക്കും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുകൊണ്ട് തന്നെ അവരുടെ സൈസ് ലാന്തനൈഡ്സ് എടുക്കുമ്പോൾ ലാന്തനൈഡ്സ് സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെ എടുക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. സീറിയത്തിൽ നിന്ന് ലുട്ടേഷ്യം വരെ നോക്കുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുള്ളൂ, കുറേ കുഞ്ഞു വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ മാത്രമുള്ള വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരിൽ നമ്മൾ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ഓഫ് ദി ട്രാൻസ് എലിമെൻറ്റ്സുമായിട്ട് എന്താ ക്ലോസ്ലി റിസംബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ബിക്കോസ് ഓഫ് അവരുടെ സൈസ് എന്താ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ, ന്യൂക്ലിയർ ചാർജിന് ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. ഇനി മനസ്സിലാക്കി വെക്കുക, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെഡിലി +2 അയോൺസുകൾ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും, +4 അയോൺസുകൾ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും +3. അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കുറച്ചുകൂടി സ്റ്റേബിൾ. അപ്പോൾ ഒരാൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോകും, +3 പോകും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ഓക്സിഡേഷൻ, ഞാൻ പറഞ്ഞു +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ലാന്തനൈഡ്സ് കാണിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ സപ്പോസ് ഒരു എലമെൻറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അയാൾ അപ്പോൾ തന്നെ എങ്ങോട്ട് പോകും, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് പോകും. ഓക്സിഡേഷൻ നമ്പർ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓക്സിഡേഷൻ അല്ലേ. ഇനി ഒരാൾ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അയാൾ പെട്ടെന്ന് തന്നെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ് കുറയാണ് ചെയ്തത്, അപ്പോൾ ഇതെന്തായിരിക്കും റിഡക്ഷൻ ആണല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നമ്മൾ പഠിച്ച് യൂറോപ്യൻ 2+ഉം യൂട്ടർബിയൻ 2+ഉം കാണിക്കുന്നുണ്ട്. യൂറോപ്യൻ 2+ 4f7 ആണ്, യൂട്ടർബിയൻ 2+ എന്താണ് 4f14 ആണ്. അവരുടെ പ്രത്യേകത എന്നാണ് അവർ ലിക്വിഡ് NH3 അവരെന്താണ് സ്റ്റേബിളാണ്, അവരെന്താണ് സൊല്യൂബിളാണ്. ലിക്വിഡ് NH3 യൂറോപ്യൻ 2+, യൂട്ടർബിയൻ 2+ സ്റ്റേബിളാണ്, സൊല്യൂബിളാണ്, മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യൻ 2+ വിച്ച് എലമെൻറ്റ്, ഏത് എലമെൻ്റ് ആണ് ലിക്വിഡ് NH3 സൊല്യൂബിൾ ആവണമെന്ന് പല എക്സാമുകളിലായിട്ട് ചോദിക്കും. അപ്പോൾ പറയാം യൂറോപ്യൻ 2+, യൂട്ടർബിയൻ 2+. ഒരു കാര്യം മനസ്സിലാക്കുക, ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡായ ആൾക്കാർ എന്ത് ചെയ്യും, NH3 ലിക്വിഡ് NH3 സ്റ്റേബിൾ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് ഉള്ളത് അല്ലേ, നമുക്കറിയുന്നവർ. അപ്പോൾ ഇനി +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സീറിയം 4+ഉം ടെർബിയം 4+, ഇവർ 4 പേര് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. ടെർബിയം 4+ ആണല്ലോ, അപ്പോൾ ആ സാധനം തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഈ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്നാണ് കാണിക്കുന്നത്. ഇനി +2 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കുറവാണ്, സ്വാഭാവികമായിട്ടും. നമ്മൾ പറഞ്ഞു +2 നിന്ന് +3 അവർ മൂവ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവർ ഓക്സിഡേഷനാണ് പോകുന്നത്. അപ്പോൾ അവരെന്തായിരിക്കും
സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. നമ്മൾ +1 പഠിക്കുന്നുണ്ട്, ഓക്സിഡേഷന് പോകുന്ന ആൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. എന്തുകൊണ്ടാണ് അവർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്? അവർക്ക് മറ്റുള്ളവരെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അവർ സ്വയം ഓക്സിഡേഷൻ പോവുകയും ചെയ്യും, മറ്റുള്ളവരെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. +4 നിന്ന് +3 പോകുന്ന ആൾക്കാരെന്തായിരിക്കും? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. കാരണം എന്താ? അവർ റിഡക്ഷനാണ് പോകുന്നത്, അപ്പോൾ മറ്റുള്ളവരെ ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കുണ്ടാവും. ഇനി യൂറോപ്പിയൻ എബിൾ ആരെ പോലെ ബിഹേവ് ചെയ്യുന്നത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ പോലെ, അതുപോലെ തന്നെ ആൽക്കലൈൻ മെറ്റൽസിനെ പോലെയും അവരെന്ത് ചെയ്യും, ബിഹേവ് ചെയ്യുന്നുണ്ട്. എർത്ത് മെറ്റൽ, അത് ജസ്റ്റ് ബിക്കോസ് ഓഫ് അവരുടെ ലാർജസ്റ്റ് സൈസ് കൊണ്ടാണ് ചോദിക്കാറുണ്ട്. യൂറോപ്യൻ പിന്നെ അതുപോലെ തന്നെ യൂട്ടോർബിയം ആരെ പോലെ ബിഹേവ്? ആൽക്കലി മെറ്റൽസിനെ ഓൾസോ ആൽക്കലി എർത്ത് മെറ്റൽസിനെയും അവർ ഇതാക്കാറുണ്ട്. നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നോട്ടിട്ട് പറയണേ, പല എക്സാമുകളിലായിട്ട് അത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം PSCക്കൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ സീറിയം 4NO3 ഓറൈസസ് 6 അവരുടെ സൈസ് സ്ട്രക്ചർ ഏതാ ചോദിക്കാറുണ്ട്. അവർ എന്തായിട്ടാണ് ആക്ട് ചെയ്തത്? ഇവിടെ സീറിയം 4+ ആണല്ലോ, സ്വാഭാവികമായിട്ട് 4+ എങ്ങോട്ടാണ് പോകുന്നത്? 3+ പോകുന്നത്. ഞാൻ പറഞ്ഞു 4+ എന്നുള്ള ഒരാൾ വേഗം 3+ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും? അവർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. കാരണം അവർ സ്വയം എന്താണ്, അല്ലെങ്കിൽ ഓക്സിഡൻ്റ് അവർ സ്വയം റിഡക്ഷന് പോകും. അപ്പോൾ സീറിയം NO3, സീറിയം അമോണിയം നൈട്രേറ്റ്, സെറിക് അമോണിയം നൈട്രേറ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് ഓക്സിഡൻ്റ് ആണെന്ന് പറയാം. അവർ സ്റ്റേബിൾ നക്യൂസ് സിസ്റ്റത്തിൽ സ്റ്റേബിൾ, അതിലൂടെ കോർഡിനേഷൻ നമ്പർ 12 ആണെന്ന് മനസ്സിലാക്കുക. കോർഡിനേഷൻ നമ്പർ എത്ര? 12 ആണ് കോർഡിനേഷൻ. കാരണം NO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ ചാർജ് -2 ആണ്. കാരണം 2 ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. ബൈഡൻറ്റേറ്റ് ആയിട്ട് മാറുമ്പോൾ 2 × 6 -2 അല്ല, അവർ ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. 2 ഡോണർ ആറ്റുണ്ട്. കോർഡിനേഷൻ നമ്പർ പഠിക്കുമ്പോൾ ഇത് പഠിക്കുന്നുണ്ട്. NO3 കേസ് പറഞ്ഞാൽ 2 ഡോണർ ആറ്റുണ്ട്, 2 ഡോണർ ആറ്റുണ്ട് ഒരാൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഡോണർ ആറ്റം ഉണ്ടാകുമ്പോൾ കോർഡിനേഷൻ നമ്പർ കാണാൻ 2 × 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും അല്ലേ? 12 കിട്ടും. ഇനി സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ ഇക്കാസോഹെഡ്രൽ. എന്താ സ്ട്രക്ചർ? ഇക്കാസോഹെഡ്രൽ. ഇക്കോസോഹെഡ്രൽ പഠിച്ചു വെക്കുക. ഇക്കാസോഹെഡ്രൽ. ഇവിടെ നൈട്രേറ്റ് ഒന്നും ബൈഡൻറ്റേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കോർഡിനേഷൻ പഠിച്ചിട്ട് ഓർമ്മക്കാട്ടെ. ഞാൻ പറഞ്ഞത് ഇവരും പറഞ്ഞിട്ടുണ്ട് ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ നോക്കി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കാര്യങ്ങളും. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ലന്താനം അയഡൈഡ് അല്ലെങ്കിൽ സീറിയം അയഡൈഡ്. ലന്താനം അയഡൈഡ്, സീറിയം അയഡൈഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ലന്താന I2 I2 അതുപോലെ തന്നെ CI2 എടുക്കുമ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞാൽ +3 ആണ്. അപ്പോൾ നോക്കും, ഇവിടെ സ്വാഭാവികമായിട്ടും ഐൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലേ, ഇത് +3 ആണ്, ഐൻ്റെ ചാർജാണ് -1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ചാർജ് മാറ്റം ഉണ്ടല്ലോ, ഒരു ചാർജ് വ്യത്യാസമില്ല. ഇവിടെ +3 ആണ്, ഇവിടെ -2 വരുന്നുള്ളൂ. അപ്പോൾ ഒരാൾ ശരിക്കും -3 ആണല്ലോ വരേണ്ടത്, പക്ഷേ അയഡിൻ ആകെ 2 ഉള്ളൂ. അപ്പോൾ ഒരാൾ ഇവിടെ പോയി, ഒരു ഇലക്ട്രോൺ എന്തായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ ആനിയോൺ, ഇലക്ട്രോൺ എന്ത് ആനിയോൺ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തുകൊണ്ട് അവിടെ ഇലക്ട്രൈഡ്സ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ ഇലക്ട്രൈഡ്സ് എന്ന്. എന്തുകൊണ്ടാണ് ഇലക്ട്രൈഡ്സ് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കൂ, എന്താണല്ലോ I2 ആണല്ലോ, I2 ആയിട്ട് മാറുമ്പോൾ ഇതിൻ്റെ -2, ഇത് +3, ഇത് ബാലൻസ്ഡ് ആണ് അല്ല, ശരിക്കും ഇത് -3 ആണ് വരുന്നത്. അപ്പോൾ ഒരു ചാർജ് ഉണ്ട്, ഒരു ആനിയോൺ ഉണ്ട്, അത് ഇലക്ട്രോൺ ആണ്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളൊക്കെ, ഒരു ഇലക്ട്രോണുകൾ ഇങ്ങനെ എക്സ്ട്രാ വരുന്ന കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രൈഡ്സ്. ഒരു ബോണ്ടിങ്ങിൽ ഏർപ്പെടാണ്ട് ഒരു ഇലക്ട്രോൺ അവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ അയാൾ നമ്മൾ എന്ത് ഇലക്ട്രൈഡ്സ്, അങ്ങനെയുള്ള കോമ്പൗണ്ട് ഇലക്ട്രൈഡ്സ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് മെറ്റൽ ഇലക്ട്രൈഡ് ആണ്. ഇത് മെറ്റൽ ഇലക്ട്രൈഡ്. ഈ ഫ്രീ ഇലക്ട്രോൺ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ പാസേജ് ആണ് ഇലക്ട്രിസിറ്റിക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺ എന്തിന് ഹെൽപ്പ് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലാന്തനൈഡ് എലമെൻറ്റ്സ് ഭയങ്കര റിയാക്റ്റീവാണ്. അവർ എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള ആൽക്കലൈൻ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹൈഡ്രജൻ ഗ്യാസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസിന് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് സെഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാന്തനൈഡ് എലമെൻറ്റ്സ് ആൽക്കലൈൻ എർത്ത് അല്ലെങ്കിൽ റിയാക്ട് വിത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻ്റ് ഇടുക, ക്ലാസ് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയുക. സോ ഐ ക്യാൻ ചേഞ്ച് മൈ ക്ലാസ്. എനിക്ക് അതിനനുസരിച്ച് എൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ് മാറ്റാൻ പറ്റും. അതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ജസ്റ്റ് കമൻറ്റിൽ പറയാം. ഓക്കെ, ബൈ.